ഹായ് എല്ലാവർക്കും നമസ്കാരം. ആർമലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സോയ ചങ്ക്സ് കൊണ്ടുള്ള അടിപൊളി ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പല രീതിയിലുള്ള പല ടേസ്റ്റിലുള്ള ഡിഷുകൾ നിങ്ങൾ കാണുന്നതായിരിക്കും. പക്ഷേ ഇത് ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു വെറൈറ്റി ഒരു ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ ഒരു ഡിഷാണ്. എല്ലാവർക്കും വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റി ഫുഡായിരുന്നു. നല്ല അടിപൊളി ഒരു ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാന്നുള്ള നല്ല സൂപ്പർ ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു വരാം. നമുക്ക് സോയ ചങ്ക്സ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം സോയ ചങ്ക്സ് ഒന്ന് തിളപ്പിക്കണം. അത് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ച് വരണം. ഈ ഒരു ബൗളിന് ഇത്രയും സോയ ചങ്ക്സ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു അളവിനാണ് ഉണ്ടാക്കുന്നത്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇറക്കി വെക്കാം. എന്നിട്ട് വെള്ളം നമുക്ക് ഊറ്റിക്കളയണം. ഇതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. ഇനി ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി അത്യാവശ്യം നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ സവോള ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറുതായി നുറുക്കിയ തക്കാളി. ഒരു തക്കാളി നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ട് മാറ്റി വെക്കണം. അത് അവസാനം ചേർക്കാൻ വേണ്ടിയാണ്. ഇത് നന്നായി വഴറ്റാം. പെട്ടെന്നായി കിട്ടാൻ സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളി തക്കാളി എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് പച്ചമണം നന്നായി പോകണം. വെച്ച സോയ ചങ്ക്സ് ഇടുകയാണ്. നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല ഈ സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കണം. എന്നാലേ മസാലയൊക്കെ നന്നായി പിടിക്കുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മസാലയെല്ലാം നന്നായി ഒന്ന് ബ്ലെൻഡായി വരട്ടെ. ഈ സ്റ്റേജിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇപ്പോൾ അത് മസാലയൊക്കെ നന്നായിട്ട് സോയ ചങ്ക്സിൽ പിടിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഡ്രൈ ആവണത്. നമുക്കതോടെ നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഷ്ടമാണ് എത്രത്തോളം ഡ്രൈ ആക്കണം എന്നുള്ളത്. ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് ഇതിന് ഏറ്റവും നന്നായി ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. ഇനി ചെറിയ തീയിൽ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നന്നായി വലിഞ്ഞ് ഡ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇതാ കണ്ടോ,
സോയ ചങ്ക്സ് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് കണ്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ആക്കി കിട്ടേണ്ടത്. ഇത് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ ഒരു വിളമ്പുന്ന പാത്രത്തേക്ക് നമുക്ക് മാറ്റാതെ പാത്രത്തേക്ക് നമുക്കിത് വിളമ്പാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ട്രൈ ചെയ്ത് നോക്കണത്.